ഞാൻ പറഞ്ഞത് നിർബന്ധമായും നമ്മുടെ വീടുകളിൽ ഖുർആൻ ഓതുന്നത് നിർബന്ധമാക്കണം. അങ്ങനെ നമ്മൾ ഓതാൻ തയ്യാറായാൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടുത്ത ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ കുടുംബക്കാര്, നമ്മളെ പോലുള്ള കുടുംബമല്ല, അള്ളാഹുവിനോട് അടുത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്ന, അള്ളാഹിന് കുടുംബക്കാരുണ്ടോ നബിയെ? ഉണ്ട്. ആരാ? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ അഹ്ലുകാര്. അള്ളാഹ്ക്ക് മക്കളോ കൂടപ്പുറപ്പോ അല്ല, അള്ളാഹുവിലേക്ക് അത്രയും അടുത്തവരാരാ? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ആ ഖുർആനിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയും ഓതുകയും ചെയ്യുന്നവർ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇന്നു മുതൽ മരിക്കണ കാലം വരെ പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും ഓതിയിട്ടേ ഉറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏത് സൂറത്ത് ഓതും? ഏത് സൂറത്ത് ഓതും? ഫാത്തിഹായോ അതോ ഇന്നാത്തനെ അതോ കുൽഹു വല്ലായോ? ഏതാ ഓതാ? ഒരെണ്ണം ഫിക്സഡ് ആക്ക്, അതാകുമ്പോ പ്രതിഫലം കിട്ടുമല്ലോ. സൂറ